ഇറാൻ അമേരിക്ക ആണവ കരാറിന്റെ ഭാവി എന്താകും? ഇറാൻ അമേരിക്കയുമായി ഡീലിലെത്തുമോ? അതോ ലോകത്തെ തന്നെ ഭീതിയിലാഴ്ത്തി ഒരു മഹായുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ലോകത്താകെ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇതിനിടയിലാണ് അമേരിക്ക ഇറാനെതിരെ യുദ്ധഭീഷണിയും യുദ്ധസന്നാഹങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വൻതോതിലാണ് അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് യുദ്ധവിമാനങ്ങൾ അയക്കുന്നത്. മറ്റ് അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് സൈനികരെയും പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അയക്കുന്നുണ്ട്. നാവികസേനയും അതിശക്തമായ ഫൈറ്റർ ജെറ്റുകൾ സഹിതം സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൺ ഒരു മാസത്തോളമായി മിഡിൽ ഈസ്റ്റിലുണ്ട്. സ്ട്രൈക്കർ വിമാനങ്ങളുമായി USS ജെറാൾഡ് ആർ ഫോർഡ് മെഡിറ്ററേനിയൻ കടലിലാണ് ഇപ്പോഴുള്ളത്. ഒരാഴ്ച കൂടി കഴിയുന്നതോടെ ഇവ ഇറാൻ തീരത്തോട് ചേരും. മൂന്നാം വട്ട ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നതിനിടെ തന്നെ അമേരിക്ക യുദ്ധസന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചതും ആക്രമിക്കുമെന്ന ഭീഷണി ശക്തമാക്കി മുഴക്കിയതും ഏത് നിമിഷവും യുദ്ധം എന്ന ഭീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നതും യുദ്ധത്തിലേക്കാണ്. തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം ഇറാൻ വിടാനുള്ള നിർദ്ദേശവും അമേരിക്ക നൽകിയിട്ടുണ്ട്. അതേസമയം ഏതുതരം ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ അതിശക്തമായ താക്കീത്. വിവിധ US ബേസുകളിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകളും റീഫ്യൂവലിംഗ് ടാങ്കറുകളും വിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനങ്ങളും ധാരാളമായി പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് വിന്യസിക്കുകയാണ്. ജർമ്മനിയിലെ സ്പാങ്ഡാലൈം എയർബേസ്, ഇറ്റലിയിലെ അവിയാനോ എയർബേസ്, സൗത്ത് കരോലിനയിലെ മിക് എൻഡൈനർ ജോയിന്റ് നാഷണൽ ഗാർഡ് ബേസ് എന്നിവിടങ്ങളിൽ നിന്ന് F-16 ഫൈറ്റിംഗ് ഫാൽക്കണുകളാണ് പുറപ്പെട്ടിട്ടുള്ളത്. UK റാഫ് ലേക്കൻ ഹീത്ത്, വിർജീനിയയിലെ ജോയിന്റ് ബേസ് ലാംഗ്ലി യൂട്ടിസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള F-15E സ്ട്രൈക്ക് ഈഗിളുകളും F-22 റാപ്റ്ററുകളും പശ്ചിമേഷ്യയിലേക്കായി മാറ്റി വിന്യസിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ 12 ദിവസം നീണ്ട സംഘർഷത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിച്ച ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിൽ പങ്കെടുത്തതും ഈ വിമാനങ്ങളായിരുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഇവയ്ക്ക് പുറമെ മറ്റു ചില പോർവിമാനങ്ങൾ കൂടി ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുണ്ട് എന്നാണ് എയർ ആൻഡ് സ്പേസ് ഫോഴ്സസിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഒന്നിലധികം ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, എയർബോൺ കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വിമാനങ്ങൾ എന്നിവയും വിന്യാസത്തിൽ ചേരുന്നതായാണ് റിപ്പോർട്ടുകൾ. സുരക്ഷാ കാരണങ്ങളാൽ ചില RC-135 വിമാനങ്ങളും P-8 പോസിഡോൺ മാരിടൈം പെട്രോൾ വിമാനങ്ങളും പോലുള്ള സഹായ വിമാനങ്ങളും നീക്കിയിട്ടുണ്ട്. അങ്ങനെ വൻ വ്യോമസേനാ സന്നാഹങ്ങളാണ് US ഇറാനെ ലക്ഷ്യമിട്ട് വിന്യസിക്കുന്നത്. നാവികസേനാ സജ്ജീകരണങ്ങൾ വളരെ നേരത്തെ തന്നെ പശ്ചിമേഷ്യൻ തീരത്ത് എത്തിയിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റിൽ ഒരു മാസത്തോളമായി നങ്കൂരമിട്ട് കിടക്കുകയാണ്. F-35C EA-18 ഫൈറ്റർ ജെറ്റുകൾ അടക്കമുള്ള സ്ട്രൈക്ക് ഗ്രൂപ്പാണ് എബ്രഹാം ലിങ്കന്റേത്. ഇതിനു പുറമെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിന്റെ വിന്യാസം. വെനസ്വേലൻ ദൗത്യവുമായി കരീബിയൻ കടലിലായിരുന്ന ജെറാൾഡ് ഫോർഡിനെ പശ്ചിമേഷ്യയിലേക്ക് നിയോഗിച്ചത് കഴിഞ്ഞയാഴ്ചയാണ്. നിലവിൽ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലുള്ള ജെറാൾഡ് ഫോർഡും സ്ട്രൈക്ക് വിമാനങ്ങളും വൈകാതെ പശ്ചിമേഷ്യൻ തീരത്ത് എത്തിച്ചേരും. ഇതോടെ അമേരിക്കയുടെ നാവികസേനയും സുസജ്ജമാകും. ഏറെ മുൻപ് തന്നെ USS ഡെൽബേർട്ട് ഡി ബ്ലാക്ക് എന്ന മിസൈൽ ഡിസ്ട്രോയർ ഇസ്രായേലിന്റെ ചെങ്കടൽ തീരത്ത് നങ്കൂരമിട്ടിട്ടുണ്ട്. വൻതോതിലുള്ള നാവിക വ്യോമസേനാ സന്നാഹത്തിന് പുറമെ കരമാർഗം നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിനും അമേരിക്ക ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൈനിക താവളങ്ങളിൽ വൻതോതിലാണ് അഴിച്ചുപണി നടക്കുന്നത്. ആയിരക്കണക്കിന് സൈനികരെയാണ് ഇവിടങ്ങളിൽ നിന്നെല്ലാം പിൻവലിച്ച് വ്യത്യസ്ത ദൗത്യങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറാൻ ആക്രമിച്ച ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ നിന്ന് മാത്രം 100 കണക്കിന് സൈനികരെ രഹസ്യ ദൗത്യങ്ങൾക്കായി മാറ്റിയതായാണ് റിപ്പോർട്ട്. US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനിൽ നിന്നും ഇറാഖ്, സിറിയ, കുവൈത്ത്, സൗദി അറേബ്യ, ജോർദാൻ എന്നിവിടങ്ങളിലെ സൈനിക താവളങ്ങളിലും വൻതോതിൽ അഴിച്ചുപണി നടക്കുന്നുണ്ട്. 1,00,000-നടുത്ത് സൈനികരാണ് പശ്ചിമേഷ്യയിലാകെയുള്ള ഈ സൈനിക താവളങ്ങളിലുള്ളത്. ഇവർക്കായി കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളും എത്തിക്കുന്നുമുണ്ട്. ഇറാന്റെ ഹ്രസ്വ മധ്യദൂര മിസൈലുകൾ, മിസൈൽ സംഭരണശാലകൾ, ആണവ നിലയങ്ങൾ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ആസ്ഥാനം എന്നിവയായിരിക്കും അമേരിക്ക പ്രധാനമായും ലക്ഷ്യമിടുക എന്നറിയുന്നു. കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ആണവ റിയാക്ടറുകളായിരുന്നു അമേരിക്ക ആക്രമിച്ചത്. ഇറാന്റെ ആണവ പരിപാടിയിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിരോധിക്കുന്ന ഡീലിന് ഇറാൻ തയ്യാറാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന ഭീഷണിയും ട്രംപ് മുഴക്കിയിട്ടുണ്ട്. ഇറാനിയൻ സുരക്ഷാ കേന്ദ്രങ്ങളോ നേതാക്കളെയോ ആയിരിക്കും ലക്ഷ്യം വെക്കുക എന്ന സൂചന അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്.
ഇറാൻ ആണവ ഡീലിന് തയ്യാറായില്ല എങ്കിൽ, ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഉറപ്പ് നൽകിയില്ല എങ്കിൽ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയിയെയും മകൻ മുജ്തബയെയും വധിക്കാനടക്കം US ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഡീലിന് തയ്യാറായില്ല എങ്കിൽ ആക്രമണമെന്ന് ട്രംപ് നേരത്തെ തന്നെ പലതവണ ഭീഷണി മുഴക്കിയിട്ടുണ്ട് എങ്കിലും പരമോന്നത നേതാവ് ഖമനേയിയെ വധിക്കാനുള്ള ആലോചനയുണ്ടോ എന്ന് ഇതുവരെ വ്യക്തമല്ല. അങ്ങനെയുണ്ടെങ്കിൽ ആണവ ചർച്ചകളിലൂടെ ഒത്തുതീർപ്പ് എന്നതിൽ നിന്ന് മാറി നേരിട്ട് ആക്രമിച്ച് ഇറാൻ പിടിച്ചെടുത്ത് ഭരണമാറ്റം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ടാകാം എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആണവ ഒത്തുതീർപ്പുകൾക്ക് പരമാവധി 15 ദിവസത്തെ സാവകാശമാണ് അമേരിക്ക ഇറാന് നൽകിയിട്ടുള്ളത്. ഇറാന് യുറേനിയം സമ്പുഷ്ടീകരണം തുടരണമെങ്കിൽ ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഉറപ്പ് നൽകണമെന്നും അത്തരമൊരു ഉറപ്പ് നൽകിയിട്ടില്ല എങ്കിൽ ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെയും പിൻഗാമിയായി വാഴ്ത്തപ്പെടുന്ന മകൻ മുജ്തബയെയും വധിക്കാൻ ഡൊണാൾഡ് ട്രംപിന് പദ്ധതിയുണ്ട് എന്നാണ് ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സൈനിക വിന്യാസം പോലും ഇതിന്റെ ഭാഗമാണോ എന്ന് പലരും സംശയിക്കുന്നുമുണ്ട്. മുതിർന്ന US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ആക്സിയോസ് എന്ന US പ്രസിദ്ധീകരണത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. ഇറാൻ വെറുതെ സമയം പാഴാക്കുകയാണ് എന്നും കളി തുടർന്നാൽ തങ്ങളുടെ ക്ഷമ നശിക്കുമെന്നും US ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ നയതന്ത്രപരമായ പരിഹാര സാധ്യത മങ്ങിയതോടെ ഇറാനും USഉം സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് ഗൾഫിലെയും യൂറോപ്പിലെയും ഉദ്യോഗസ്ഥരും പറയുന്നു. എന്തായാലും 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് US ഇപ്പോൾ ഇറാനെ ലക്ഷ്യമിട്ട് നടത്തിയിരിക്കുന്നത്. ഇസ്രയേലും USഉമായി ചേർന്ന സംയുക്ത സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുന്നതായാണ് വിവരം. അതേസമയം ഏത് ആക്രമണത്തിനും അതേ രീതിയിൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US സൈനിക നടപടി ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് UNലെ ഇറാൻ സ്ഥാനപതി അമീർ സയ്യിദ് ഇറാവാനി UN സെക്രട്ടറി ജനറലിനും രക്ഷാസമിതി അധ്യക്ഷനും അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ആക്രമണോത്സുകത പ്രസ്താവന വലിയ അപകടത്തിന്റെ സൂചനയാണ് എന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയ്ക്ക് മാത്രമല്ല അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ് എന്നും ഇറാവാനി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സൈന്യത്തെ ഉപയോഗിച്ചുള്ള ഇത്തരം നിയമവിരുദ്ധ ഭീഷണികളെ തടയാൻ UN രക്ഷാസമിതിയോട് ആവശ്യപ്പെടുന്നതാണ് കത്ത്. അതിനിടെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്കെതിരെ പ്രതിഷേധവുമായി കൂടുതൽ ഇറാനിയൻ വിദ്യാർത്ഥികൾ തന്നെ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഖമനേയിക്ക് മരണം സംഭവിക്കട്ടെ എന്നും വേഗം പണി തീർക്കൂ എന്നുമുള്ള മുദ്രാവാക്യങ്ങളുമായാണ് ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. ആണവ തർക്കത്തിൽ അമേരിക്ക ഇറാനുമായി ഒത്തുതീർപ്പിൽ എത്തുന്നതിന് പകരം ഇറാന്റെ മതഭരണകൂടത്തെ പുറത്താക്കാൻ അമേരിക്ക സഹായിക്കണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. അതേസമയം അതുതന്നെയാണ് അമേരിക്കയും ലക്ഷ്യമിടുന്നത് എന്നാണ് കരുതുന്നത്. നയതന്ത്ര ചർച്ചകൾ തുടരുന്നുണ്ട് എന്ന് ട്രംപ് ഭരണകൂടം ഔദ്യോഗികമായി പറയുമ്പോഴും ഇറാനിൽ ഭരണകൂട മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ട്രംപ് ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു സൈനിക നീക്കത്തിൽ നിന്ന് ട്രംപിനെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്.